റൂഹ്, അതായത് റൈസപ്പ് ഹോം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് തന്നെ അച്ഛനമ്മമാരില്ലാത്തവരായിട്ടോ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് അച്ഛനമ്മമാരിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾ പൊതുവെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോ ഓർഫനേജസിലോ അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളെ സംരക്ഷിക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലുമാണ് താമസിക്കുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലിമിറ്റേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് അവിടെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്പെസിഫിക് ആയിട്ട് വേണ്ട കെയറോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷമോ ഒന്നും കൊടുക്കാൻ പറ്റാറില്ല. ഇവിടെയാണ് നമ്മുടെ റൈസപ്പ് ഹോം എന്ന് പറയുന്ന ഐഡിയ അല്ലെങ്കിൽ നമ്മുടെ വീട് ഒരു ഓൾട്ടർനേറ്റീവായി വരുന്നത്. നമ്മൾ നമ്മുടെ വീടിന് 2022 ഒരു ഫൗണ്ടേഷൻ ഇട്ടു. വളരെ പെട്ടെന്ന് തന്നെ 2023 ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് വീട്ടിലേക്ക് വന്നു. 2 വർഷത്തില് 2 വീടുകളിലായിട്ട്, കോഴിക്കോടും മലപ്പുറത്തുള്ള 2 വീടുകളിലായിട്ട് ഞങ്ങളുടെ കൂടെ 13 കുട്ടികളുണ്ട്. നമസ്കാരം, എൻ്റെ പേര് സ്നേഹിൽ കുമാർ സിംഗ്, ജില്ലാ കളക്ടർ കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലെ ഒരു ഫോസ്റ്റർ ഹോം ഞാൻ കുറേ സമയം മുന്നേ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. റൈസപ്പ് ഫോറം ആണ് NGO which is operating this foster home. The home is very well maintained and the idea is to have a family. ഒരു ഫാമിലീൻ്റെ ഒരു വാല്യൂസ് എങ്ങനെയാണ്, ഒരു സിസ്റ്റം എങ്ങനെയാണ്, ഡിസിപ്ലിൻ എങ്ങനെയാണ്, കൾച്ചർ എങ്ങനെയാണ്, അതൊരു റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഫോസ്റ്റർ ഹോം വളരെ സക്സസ്ഫുൾ ആയിട്ട് മോഡൽ ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഇപ്പോൾ ഓൾറെഡി 6 കുട്ടി അവിടെ റൈസപ്പ് ഫോറമിൻ്റെ ഫോസ്റ്റർ ഹോമിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ആൻഡ് ദേ ആർ ലിവിങ് വെരി ഹാപ്പിലി, എൻജോയിങ് ദിയർ ടൈം ദെയർ, ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ദം എ വെരി healthy environment for the child to grow and excel in all the fields. 8 കുട്ടികളും ഒരു കെയർ ഗീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഐഡിയയിലേക്ക് അത് പോകില്ലേ? കാരണം കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല 8 പേരും ഒരാളും ആവുമ്പോൾ. ഞങ്ങൾ ഡിസൈഡ് ചെയ്തു 8 കുട്ടികൾക്ക് 3 റെസ്പോൺസിബിൾ ആയിട്ടുള്ള അഡൾട്ട്സ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഓർഗനൈസേഷണലി റൈസപ്പ് ഹോം എന്ന് പറയുന്ന ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോസ്റ്റർ കെയറിന്റെ ഐഡിയ മുന്നോട്ട് കൊണ്ടുപോകാൻ. എൻ്റെ പേര് രേവതി, പ്രാക്ടീസിങ് ലോയർ ആണ്. നമ്മളിപ്പോൾ 2 വർഷമായി റൈസപ്പ് ഹോം തുടങ്ങിയിട്ട്. ശരിക്കും ഇത് ഒരു റൈസപ്പ് ഹോം എന്ന് പറയുന്നതിനേക്കാളും എൻ്റെ ഒരു ഫാമിലി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾക്കൊരു പാരൻറ്ഹുഡ് എക്സ്പീരിയൻസ് ചെയ്യാനും അവരിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പഠിക്കാനും ഒക്കെ ഈ ഒരു ജേർണിയിലൂടെ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ ഞാനാണ് ആദ്യം തൊട്ടേ ഞാൻ തന്നെ അവിടെ ഉണ്ടായിരുന്നത്. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, സ്കൂളത്തെ കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് നോക്കിക്കൊണ്ടുപോകണത്. ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട്, അത് ഞാൻ കുട്ടികൾ സ്കൂളിൽ പോയതിൻ്റെ ശേഷം ഞാനതും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് മക്കൾ 2 പുറത്തായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഒരു ഒറ്റപ്പെട്ട ഒരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് എല്ലാം കൊണ്ടും സന്തോഷമായി. മക്കളും പിന്നെ കുട്ടികളും എല്ലാവരും കൂടി ആയിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ സംരംഭം റൈസപ്പ് ഫോറം എന്ന പേരിലുള്ള ഒരു സ്ഥാപനം അവർ മറ്റ് ജില്ലകളിലൊക്കെ നേരത്തെ തുടങ്ങിയിരുന്നു. കോഴിക്കോട് ജില്ലയിലും ഏകദേശം 5-6 കുട്ടികളെ അങ്ങോട്ട് ഗ്രൂപ്പ് ഫോസ്റ്റർ കെയറിൽ നൽകിയിട്ടുണ്ട്. അവർ ഇവാലുവേഷൻ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റൈസപ്പ് ഫോറത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 10 മടങ്ങ് ആവേശവും താല്പര്യം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അമ്മമാർ വന്ന് വീട്ടിലേക്ക് വിളിച്ചാൽ പോലും അവർ ഞങ്ങൾക്ക് റൈസപ്പ് ഫോറത്തിൽ തന്നെ കഴിഞ്ഞാൽ മതി എന്നവർ ആ കുട്ടികൾ അമ്മമാരോട് തന്നെ പറയുന്ന വളരെ സന്തോഷകരമായ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുട്ടികൾ അവിടെ അമ്മമാർക്ക് ഫാമിലിയിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അത് വളരെ കൃത്യമായ രീതിയിൽ ഈ ആൾട്ടർനേറ്റീവ് പാരൻറ്റിങ് എന്ന രീതിയിൽ ഈ ഗ്രൂപ്പ് ഫോസ്റ്റർ കെയർ വഴി നമുക്ക് സാധ്യമാകുന്നുണ്ട്. നമ്മുടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുണ്ട്. അവൾ ഇവിടെ വന്ന സമയത്ത് 4-ലായിരുന്നു. അവൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ആൽഫബറ്റ്സ് AAEE ABCD ഉൾപ്പെടെ ബേസിക് അരിത്തമാറ്റിക്സ്, മാത്തമാറ്റിക്സ് ഒന്നും അവൾക്ക് ധാരണ ഉണ്ടായിരുന്നില്ല. ഡേ ടു ഡേ ബേസിസിൽ എഫേർട്ട് എടുത്തിട്ടാണ് കുഞ്ഞ് ഇന്ന് മലയാളവും ഇംഗ്ലീഷും ഒക്കെ വളരെ പ്രോപ്പറായിട്ട് വായിക്കും. അവളുടെ കാര്യത്തിൽ, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് അധികം ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹോം ട്യൂഷൻസ് അറേഞ്ച് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ തന്നെ കൂട്ടുപിടിച്ച് കണ്ടിന്യൂസ് ട്യൂഷൻസ് കൊടുത്ത് അങ്ങനെയൊക്കെ ആണ് അവളുടെ എഡ്യൂക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ അവളുടെ കാര്യം സ്പെസിഫിക്കലി എടുത്ത് പറയാൻ കാരണം അവളായിരുന്നു എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള. അതല്ലാതെ നമ്മുടെ മക്കൾക്കൊക്കെ തന്നെ അവരുടെ എഡ്യൂക്കേഷനിൽ ഒരു ബെറ്റർമെൻറ്റ് കൊണ്ടുവരാൻ പ്രോപ്പർ ടൈം ടേബിൾസ് വെച്ച് ഡേ ടു ഡേ ബേസിസിൽ ഇവിടെ നിൽക്കുന്ന ആളുകളുടെ, അമ്മയുടെയും എൻ്റെ കൂടെ നിൽക്കുന്ന വേറെ കെയർ ഗീവേഴ്സിൻ്റെയും ചേച്ചിമാരുടെയും എല്ലാവരുടെയും കണ്ടിന്യൂസ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഞങ്ങളുടെ ഓർഗനൈസേഷനിലുള്ള ബാക്കി വോളണ്ടിയേഴ്സ് അവർ കണ്ടിന്യൂസ് സപ്പോർട്ടായിട്ട് ഓൺലൈൻ ക്ലാസ്സസ് ആയിട്ടും ഹോംവർക്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് അവരും നിൽക്കുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് LP സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. നമ്മുടെ റൈസപ്പ് ഫോറത്തിലെ
5-6 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ നമ്മുടെ വിദ്യാലയം. കഴിഞ്ഞ 2-3 വർഷമായി റൈസപ്പ് ഫോറത്തിലെ 6 കുട്ടികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ മറ്റു കുട്ടികളുമായി ഇടചേർന്ന് കളിക്കുന്നതിനോ അല്ലെങ്കിൽ ഇടപഴകുന്നതിനോ യാതൊരു തടസ്സവും നമ്മൾ കണ്ടിട്ടില്ല. അവർക്ക് യാതൊരു തരത്തിലുള്ള സങ്കോചവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ റൈസപ്പ് ഫോറത്തിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ ഒരു രീതിയാണ്, അവർ കുട്ടികളെ വളർത്തുന്ന രീതി, അവർ ഇടപെടുന്ന രീതി, കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കംഫർട്ട് ഫീൽ, അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇങ്ങനെ ഈ സ്ഥാപനത്തോടും കുട്ടികളോടും ഒക്കെ പെട്ടെന്ന് മിങ്കിളായി പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ നിന്നൊക്കെ വരുന്നതിനേക്കാൾ കുട്ടികൾക്കൊരു ഉത്തരവാദിത്ത ബോധവും അതുപോലെ തന്നെ അവരുടെ ഒരു പൗരാവകാശ ബോധത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. കുട്ടികൾ ചെറുതാണെങ്കിലും ബോധത്തെക്കുറിച്ച് അവരിപ്പോൾ ആ ഒരു ബോധ തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് കണ്ടു പോകേണ്ടതുണ്ട്. മറ്റു കുട്ടികളെ താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു മാറ്റം വളരെ പെട്ടെന്ന് ഈ കുട്ടികളിൽ കാണുന്നു എന്നുള്ളതാണ് ഒരു ഹെഡ്മാസ്റ്റർ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ പേര് അജിത. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂരിൽ 20 വർഷമായി ഞാൻ പ്രീ സ്കൂളിൽ ടീച്ചറായി വർക്ക് ചെയ്യുകയാണ്. ഇവിടെ വന്നിട്ട് 5 മാസമായി. ജൂണിലാണ് ഈ റൂളിലേക്ക് വന്നത്. വളരെ ഹാപ്പി എന്ന് വെച്ചാൽ മക്കളെല്ലാവരും കൂടി ചേരുമ്പോഴുള്ള ഒരു കുക്കിങ്ങിന് ചേരുന്നതാവട്ടെ, പിന്നെ പഠിപ്പിക്കാനിരിക്കുമ്പോഴാവട്ടെ, എല്ലാം അവരുടെ കുട്ടി വികൃതികളും കാര്യങ്ങളൊക്കെ അവർക്കും നല്ല ഹോംലി അറ്റ്മോസ്ഫിയറാണ്. അതേപോലെ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. അതേപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ സ്പേസ് ഞങ്ങൾക്കും ഉണ്ട്. അതേപോലെ കുട്ടികളെ സ്നേഹിക്കാനും കുട്ടികളുടെ കംഫർട്ടബിൾ കാര്യങ്ങളും എല്ലാം നോക്കാനും പിടിക്കാനും എല്ലാം ഞങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ട്. ഒന്നിലധികം കുട്ടികളെ സ്ഥാപനത്തിൽ നിർത്തുന്നതിന് പകരം ഒരു ഗ്രൂപ്പ് ഫോസ്റ്റർ കെയർ സംവിധാനത്തിലേക്ക് പുനരധിവസിപ്പിക്കുന്നതോടുകൂടി ആ കുട്ടിക്ക് കമ്മ്യൂണിറ്റി തലത്തിൽ ജീവിക്കാനുള്ളൊരു അവസരം ഉണ്ടാവുകയും മറ്റുള്ള കുട്ടികളുമായിട്ടും സമൂഹവുമായിട്ടൊക്കെ അടുത്ത് ഇടപഴകാനുള്ളൊരു സൗകര്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും അത് ആ കുട്ടിയുടെ വ്യക്തിത്വത്തിലും അതേപോലെ തന്നെ അവരുടെ വളർച്ചയിലും വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലം എന്ന് പറയുന്ന പ്രദേശത്താണ് റൈസപ്പ് ഫോറം എന്ന് പറയുന്ന സംഘടനയ്ക്ക് കീഴിൽ ഗ്രൂപ്പ് ഫോസ്റ്റർ കെയർ സംവിധാനം പ്രവർത്തിക്കുന്നത്. അവിടെ 7ഓളം വരുന്ന കുട്ടികൾ നിലവിൽ അവർക്ക് അവിടെ ആവശ്യമായ സംരക്ഷണവും പരിചരണവും എല്ലാം നൽകി മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനിയുള്ളൊരു കാലഘട്ടത്തിൽ ഗ്രൂപ്പ് ഫോസ്റ്റർ കെയർ സംവിധാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഹെൽത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം മക്കൾ ഇവിടെ വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ മാതിരി അവർക്ക് ഇച്ചിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, സ്കാബസിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവർ ആക്ച്വലി മാൽ ന്യൂട്രീഷൻ്റെ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരുന്നു ഉള്ളത്. കാരണം അവരുടെ BMI ഒക്കെ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിരുന്നില്ല, നല്ല ലോ ആയിരുന്നു. അവരൊക്കെ ഇപ്പോൾ ഫിസിക്കലി ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. അവരുടെ ഹെൽത്ത് ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. അവരുടെ ഹെൽത്ത് ഒരുപാട് ബെറ്റർ ആവാനുള്ള കാരണം അവർക്ക് കൊടുക്കുന്ന എക്സ്ട്രാ കരിക്കുലർ ട്രെയിനിങ് കൂടി ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ മക്കൾ റെഗുലർ ബേസിസിൽ സ്വിമ്മിങ്ങിന് പോകുന്നുണ്ട്, താല്പര്യമുള്ള ആളുകൾ ഡാൻസിന് പോകുന്നുണ്ട്, പാട്ടിന് പോകുന്നുണ്ട്. അതല്ലാതെ തന്നെ നമുക്കിവിടെ നമ്മുടെ ചേച്ചിമാരുടെ അവരുടെ അമ്മയുടെ കൂടെ അവർക്ക് കുഞ്ഞു വർക്കൗട്ട് സെഷൻസ് വരെയുണ്ട്, രാവിലെയും വൈകുന്നേരവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാരണം. വരും കാലങ്ങളിൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് സംസ്ഥാനതല ദേശീയതല മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുക, അവരെ ഒരു അന്താരാഷ്ട്ര നീന്തൽ താരങ്ങൾ ആക്കി ഭാവിയിലേക്ക് മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെ അതിനുവേണ്ടി പൂർണ്ണമായിട്ടും റൈസപ്പ് ഫോമിലെ ചേച്ചിമാരും അതിൻ്റെ ഭാരവാഹികളും സ്ഥിരം ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും പരിശീലനത്തിന് കൊണ്ടുവരുന്നു, അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. അപ്പം ഞങ്ങളുടേതായ രീതിയിൽ ആ കുട്ടികൾക്ക് നല്ല കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യവും ഭാവിയിൽ അവരൊരു നല്ല താരമായി എത്തണമെന്നുള്ളതാണ്. ഇത് ആദ്യകാലങ്ങളിലൊക്കെ ഇതെന്താണ് സംഭവം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ മക്കളെയൊക്കെ കാണാൻ തുടങ്ങി. അവർ നല്ല ഹാപ്പിയിലാണ്. അതുപോലെ തന്നെ ഇവിടെ വരാറുണ്ട്. ഇടയ്ക്ക് നിന്ന് അവിടെ നിന്ന് അവരെന്നെ വിളിക്കും, ആൻറ്റി പായസം ഉണ്ടാക്കിയോ പപ്പടം ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിച്ച്. അപ്പം നല്ല ഒരു ആ കുട്ടികൾ സാധാരണ ഒരു ഇങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനേക്കാളും വളരെ ഹാപ്പി ആയിട്ടാണ് അവർ പോകുന്നത്. പിന്നെ നല്ല ആക്ടിവിറ്റീസൊക്കെ ആയിട്ടാണ് ആ കുട്ടികൾ അവിടെ ഉള്ളത്. ശരിക്കും നമ്മളൊരു വീട്ടിൽ നമ്മളപ്പനും അമ്മയുടെയും സഹോദരങ്ങളുടെയും കൂടെ വളരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടെടുത്തോളം.
എത്ര പാരൻസ് അവരുടെ കുട്ടികളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്കറിയില്ല. പക്ഷേ ഈ കുട്ടികളെ പഠിപ്പിൻ്റെ കാര്യമായാലും അവരുടെ വൃത്തിയുടെ കാര്യങ്ങളായാലും ഡ്രസ്സിങ്ങിൻ്റെ കാര്യമായാലും ഒരു ജലദോഷം വന്നാൽ പോലും ബാക്കിയുള്ള ക്ലാസ് കുട്ടികൾ ഒരു മാസ്കോ ഒരു ടവലോ കൈ കരുതാറില്ല. അതുപോലും വളരെ പെർഫെക്റ്റ് ആയിട്ട് അതൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്. ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ ഞാൻ ഹാപ്പി കാര്യത്തിൽ താങ്ക് യു. ഇവരെ ശ്രദ്ധിക്കുന്നവർക്ക് ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞാൽ നല്ല മനസ്സുകൾക്ക്. ഞാൻ ഇവരുമായിട്ട് പല രീതിയിൽ ഞാൻ ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അവരോട് ഞാൻ ഒരു തവണ ഞാൻ ചോദിച്ചു, അവരുടെ പേര് എനിക്ക് അറിയില്ല, എത്ര കാലം നിങ്ങളെ ജീവനുള്ളിടത്തോളം കാലം എന്നാണ് എനിക്ക് ഉത്തരം തന്നത്. ഞാൻ വളരെ ഹാപ്പിയാണ് ആ കാര്യത്തിൽ. താങ്ക് യു. ഞാനെപ്പോഴും അവരോട് ചോദിക്കാറുണ്ട് സന്തോഷം അല്ലേ എന്നുള്ളത്. അപ്പൊ എപ്പോഴും ഒരു സന്തോഷമാണെന്ന് പറയാറുണ്ട്. കാരണം അവർക്ക് വീട് അന്തരീക്ഷം കിട്ടുന്നത് കൊണ്ടാണ്. മറ്റുള്ള കുട്ടികൾ എങ്ങനെയാണോ വരുന്നത് അതുപോലെ വരാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ പഠിക്കുകയാണ്, BEd പഠിക്കുകയാണ്. ഇവിടെ എനിക്ക് BEd പഠിക്കാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് ഇവിടുത്തെ ടീം തന്നെയാണ്. വീട്ടിലുള്ള മേമയാണെങ്കിലും രഘു ആണെങ്കിലും പുറത്ത് നമ്മുടെ ഈ ടീമിലുള്ള എല്ലാ ആൾക്കാരും അത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണ് എന്നെ BEd വിട്ടേക്കുന്നത്. അപ്പം അത്രയും സന്തോഷമുണ്ട്. കാരണം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എൻ്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്നുണ്ട്. കൂടാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട മക്കളുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കാൻ പറ്റുന്നുണ്ട്. മക്കളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6 മക്കളും, ഇവിടെ ഉള്ളത് 6 മക്കളാണ്. 6 മക്കളും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിലുള്ള മക്കളാണ്. പക്ഷെ എല്ലാവരും നല്ല മക്കളാണ്. നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട് ഓരോരുത്തരിലും. പക്ഷെ എന്നാലും ഒരുപാട് സ്നേഹമുള്ള മക്കൾ. അതുകൊണ്ട് തന്നെ സന്തോഷമാണ് അവരുടെ കൂടെ ഇരിക്കാനും കാര്യങ്ങൾ സംസാരിക്കാനും കളിക്കാനും കൂട്ടുകൂടാനും ഒക്കെ. പിന്നെ ഏറ്റവും ലാസ്റ്റ് വന്ന ആണ് വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെ അവനിലൂടെയാണ് കുറേ മാറിയത്. അവൻ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഈ വീട്ടിലുണ്ട്. ഒരു സിസ്റ്റർ ബ്രദർ റിലേഷൻഷിപ്സ് വീട്ടിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം. സിസ്റ്റർ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യണം. പിന്നെ അതുകൂടാതെ ഞങ്ങളെല്ലാവരും തമ്മിലുള്ള ഒരു ബോണ്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനീഷ്യലി തന്നെ നമുക്ക് ഒരു മിക്സഡ് ഗ്രൂപ്പ് ഫോസ്റ്റർ കെയർ സ്റ്റാർട്ട് ചെയ്യണം എന്നായിരുന്നു. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുള്ള അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യണം എന്നായിരുന്നു. പക്ഷെ അതൊരു റിയാലിറ്റിയിലേക്ക് ആയതൊരു 2 വർഷത്തിന് ശേഷമാണ്. ഇപ്പോഴാണ് 2 റൂഹിലും ഓരോ ആൺകുട്ടികളായിട്ട് വന്നിട്ടുള്ളത്. ശരിക്കും ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം 2 ജെൻഡറിലുള്ള കുട്ടികളും ഒരു വീട്ടിലുണ്ടാവുന്ന സമയത്ത് അവരുടെ അങ്ങോട്ടുള്ള കോൺവെർസേഷൻസ് ഒക്കെ ആണെങ്കിലും തന്നെ അത് വളരെ ഹെൽപ്ഫുൾ ആണ് അവരുടെ ഗ്രോത്തിന്. ലൈക്ക് കമ്മ്യൂണിറ്റിയിലുള്ള അവരൊരു കമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഉള്ള കാര്യങ്ങൾ അവർക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവുക ശരിക്കും 2 ജെൻഡേഴ്സും കൂടെ ഒരുമിച്ച് വരുന്ന സമയത്താണ്. അപ്പം അത് നമുക്ക് ഇപ്പം ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മളൊരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ഫോമിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും പുണ്യം കൂടെ അധികം എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ടായിരുന്നു. ആൾക്കാരുടെ അടുത്ത് ഈ ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ. ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ, നിങ്ങൾ കുട്ടികളല്ലേ, നിങ്ങളെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി നോക്കണ്ടേ, ഇതിനൊക്കെ നിൽക്കണോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അധികം ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ കൊണ്ട് ഇത് പറ്റില്ല, ഞങ്ങളൊരു ആവേശത്തിന്റെ പുറത്ത് തുടങ്ങുന്ന ഒരു കാര്യമാണെന്നാണ് ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു. ഇപ്പം ആ ആൾക്കാരും നമ്മളിപ്പം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. വീട്ടിൽ ചെന്നാൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. ഒരുപാട് ഫോട്ടോസ് അവരവിടെ എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതായത് അവരുടെ കൂടെ നിൽക്കുന്ന ആ മെമ്പേഴ്സിൻ്റെ കൂടെ, ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസ് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, മനസ്സിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫോട്ടോസാണ് അവിടെ കണ്ടത്. അതേപോലെ തന്നെ ആ മക്കൾക്ക് കൊടുക്കുന്ന അറ്റൻഷൻ, കെയറിങ്, അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര കുളിർമയാണ്. അതേപോലെ തന്നെ ചെറിയൊരു അസുഖങ്ങൾ വരുമ്പോൾ തന്നെ അമ്മമാർ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ അവർക്ക് ടെൻഷനാണ്. ആ മക്കൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോഴൊക്കെ അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. ആ സമയത്തൊക്കെ മക്കൾ ഓടി വന്നിട്ട് നമ്മളെ ഒരു മദർ ടച്ചോട് കൂടിയിട്ടാണ് നമ്മളെയും കാണുന്നത്. അപ്പം ആ ഈശ്വരൻ അനുഗ്രഹിച്ചു കൊടുത്ത മക്കളാണ്. അവർക്ക് ഇനി ഒരുപാട് ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ. നമസ്കാരം, എൻ്റെ പേര് ജിതിന. ഞാൻ മലപ്പുറം കാവൽ പ്ലസ് പദ്ധതിയിൽ കോർഡിനേറ്ററായി ജോലി ചെയ്യുന്നു. നമുക്ക് പല സാഹചര്യങ്ങളിലും കുട്ടികളെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ചെയ്യേണ്ടതായി വരാറുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഒരു കൃത്യമായ കുട്ടികൾക്ക് പരിചരണം ലഭിക്കുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടാറില്ലായിരുന്നു. പിന്നീടാണ് ഗ്രൂപ്പ് ഫോസ്റ്റർ കെയർ പദ്ധതിയെക്കുറിച്ചും റൈസ് അപ്പ് ഫോറത്തെക്കുറിച്ചും അറിയുന്നത്. നമ്മുടെ 2 കുട്ടികൾ നിലവിൽ റൈസ് അപ്പ് ഫോറത്തിൽ പഠിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ട കൃത്യമായ പരിചരണവും ശ്രദ്ധയും സൈക്കോ സോഷ്യൽ സപ്പോർട്ടും അവിടെ ലഭിച്ചു വരുന്നു. ഇനിയും തുടർന്നും കുട്ടികളെ ഷെൽട്ടർ ചെയ്യേണ്ട കാര്യം വരുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്നത് റൈസ് അപ്പ് ഫോറം തന്നെയാണ്.
വന്നു കഴിഞ്ഞ ഒരു 2 കൊല്ലത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര ചില ഒരു പ്രൗഡായിട്ട് പറയുകയാണെങ്കിൽ അവർ വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അവർ ഈ അക്കാഡമിക്സിലല്ലാതെ മറ്റൊരു കാര്യത്തിലും കെയർ ഗിവേഴ്സിൻ്റെ ഒരു ഇടപെടലും ഉണ്ടാവാത്ത രീതിയിൽ അവർ ഡെവലപ്ഡായി മാറി. മാത്രമല്ല ഞാനിപ്പോൾ ആലോചിക്കുന്ന സമയത്ത് ഈ കുട്ടികളൊക്കെ വളർന്ന് വലുതാകുമ്പോൾ അവരുടെ ചൈൽഡ്ഹുഡിലെ ഒരു ബെസ്റ്റ് മെമ്മറായിട്ട് നിൽക്കാൻ പറ്റാതെ തന്നെ പറയാൻ തന്നെ വലിയൊരു ഭാഗ്യം ഞാൻ കരുതാണ്. Foster care can be provided at highest quality with highest compassion and highest care. കാരണം ഇത് ഒരു ഫോസ്റ്റർ ഹോം ഒരു ജസ്റ്റ് ഒരു കാര്യങ്ങൾ, ഒരു പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ മാത്രമല്ല. വി നീഡ് ലവ്, വി നീഡ് എംപത്തി, വി നീഡ് കമ്പാഷൻ. ഈ വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഫോസ്റ്റർ ഹോം സക്സസ്ഫുൾ ആയിട്ട് കാണുന്നുണ്ട്. ബിക്കോസ് അതൊരു ഹോസ്റ്റൽ അല്ല, ഇറ്റ്സ് എ ഹോം. വി ഹവ് ഓൾറെഡി മൂവ് ഫോർ റിക്കമെൻഡേഷൻ ഓഫ് റൈസർ ഫോറം ഫോർ കണ്ടിന്യൂയിങ് ദിസ്. ആൻഡ് ഐ എം ഹോപ്പിംഗ് ദാറ്റ് ഈ കാര്യങ്ങൾ നമുക്ക് എല്ലാ ജില്ലയിലെ ആണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ വെരി ഗുഡ് എൻവയറമെൻറ്റ് ആൻഡ് എ വെരി ഗുഡ് കൾച്ചർ ഫോർ ഫോസ്റ്റർ ഹോം അക്രോസ് ദ കൺട്രി. ഐ തിങ്ക് അതിൻ്റെ ഒരു റെപ്ലിക്കബിലിറ്റി വളരെ ഹൈ ആണ്. റൈസർ ഹോം ഒരിക്കലും കുട്ടികളുടെ മാതാപിതാക്കളെയോ കുടുംബത്തെയോ റീപ്ലേസ് ചെയ്യുന്ന വീടല്ല. മറിച്ച് ജീവിതത്തിലെ പല സാഹചര്യങ്ങളാൽ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കേണ്ടി വന്ന മാതാപിതാക്കളെയും കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഈ ആശയം കേവലം 18 വയസ്സ് കഴിയുന്നതോടുകൂടിയിട്ട് അവസാനിക്കുന്ന ഒരു പ്രതിബദ്ധതയല്ല, മറിച്ച് ജീവിതാവസാനം വരെ അവരെ ചേർത്ത് പിടിക്കുന്ന ആഫ്റ്റർ കെയർ എന്ന് പറയുന്ന ഒരു ആശയം കൂടിയാണ് റൈസപ്പ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. When right people come together with right values and right ethical understanding, it can create safe and legally compliant structures for giving foster cares. So for Riser Forum team ile valare nanni and ashamsakal for their continued success. வெள்ளை பூக்கள் உலகம் எங்கும் மலரவே, விடியும் பூமி அமைதிக்காக விழிகவே, மண்மேல் மஞ்சள் வெளிச்சம் விழுகவே, மலரே சோம்பல் முறித்து இழுகவே, குழந்தை விழி கட்டுமே தாயின் கதகதப்பில், உலகம் விடியட்டுமே பிள்ளையின் சிறு முதல் சிரிப்பு.